കസ്റ്റഡി മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് 10 ദിവസങ്ങൾക്ക് ശേഷവും എസ് പിയും ഡിവൈഎസ്പിയും തൽസ്ഥാനത്ത് തുടരുന്നു? ഇങ്ങനെയാണോ വീഴ്ച പറ്റിയവരെ ശിക്ഷിക്കുന്ന പിണറായി പോലീസിന്റെ നയം? എൻകൗണ്ടർ പരിശോധിക്കുന്നു. ഇന്ന് കുറ്റമേറ്റു പിണറായി. അതിഥികളായി CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ KK ശിവരാമൻ, CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി PN വിജയൻ, കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നെടുങ്കണ്ടത്തെ കസ്റ്റഡി മരണത്തെ തുടർന്നുണ്ടായ ആക്ഷൻ കൗൺസിൽ അംഗം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. എൻകൗണ്ടറിൽ ശ്രീ PN വിജയൻ, ഇടുക്കി ജില്ലാ സെക്രട്ടറി CPIM, ഒറ്റ ചോദ്യം: എന്തുകൊണ്ട് SP ഇപ്പോഴും തൽസ്ഥാനത്ത് തുടരുന്നു? SP ഈ കാര്യത്തിൽ കൃത്യവിലോപം നടത്തിയിട്ടുണ്ടെങ്കിൽ SP-യുടെ പേരിൽ കർശനമായ നടപടി ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കത്തിനുമിടയില്ല. അത് അസന്ദിഗ്ധമായി വ്യക്തമാകണം. പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ട 8 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, 6 പേരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് DIG-യുടെ നേതൃത്വത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വം നൽകുന്ന ടീം ഈ കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ PN വിജയൻ, പ്രാഥമിക അന്വേഷണത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതങ്ങ് പറഞ്ഞല്ലോ, SIയും CIയും അടക്കം മൊത്തം 13 പേരെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഇവർ കുറ്റം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഇവർ കുറ്റം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ടോ? പ്രാഥമിക അന്വേഷണത്തിൽ അവരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ 8 പേരെ സസ്പെൻഡ് ചെയ്തതും 6 പേരെ സ്ഥലം മാറ്റിയതും. SP-യുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ലേ? SP-യുടെ ഭാഗത്ത് വീഴ്ച വന്നോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോൾ പറയാറായിട്ടില്ല. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി വരും. അതങ്ങനെ ശരിയാക്കും ശ്രീ PN വിജയൻ. 14 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാവുന്ന തരത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി, പക്ഷേ SP-യുടെ കാര്യത്തിൽ കണ്ടെത്തിയിട്ടുമില്ല. അതെന്താണ് അങ്ങനെ? SP-യുടെ കാര്യത്തിൽ അദ്ദേഹം ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിറവേറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കും. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ സബ്മിഷന് മറുപടിയായി ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട്, ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കുറ്റം ചെയ്ത ഇത് യാദൃച്ഛിക സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ലെന്നും കേരളത്തിലെ പോലീസിനകത്ത് തന്നിഷ്ടം നടപ്പാക്കുന്ന കുറേ പേരുണ്ടെന്നും അവർ ആ സ്ഥാനത്ത് കാണത്തില്ലെന്നും അവർ കൃത്യമായ ക്രിമിനൽ നടപടി ചട്ടങ്ങൾക്ക് വിധേയമാക്കപ്പെടുമെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഗവൺമെൻറ് നിലപാട്. SP വേണുഗോപാൽ നിരന്തരം കോൺഗ്രസുകാരെ വേട്ടയാടുന്ന, ഒരു പരിധിവരെ CPI അടക്കമുള്ള നിങ്ങളുടെ ഇടതുമുന്നണിയിലെ സഹയാത്രികർക്ക് വരെ തലവേദന ഉണ്ടാക്കുന്ന ഒരു SP ആണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മണിക്ക് വേണ്ടപ്പെട്ടയാളാണ് എന്നുള്ളത് കൊണ്ടാണോ SP-ക്കെതിരെ അന്വേഷണം എത്തിയിട്ടില്ല പ്രാഥമിക ഘട്ടത്തിൽ? അത് CI വരെ അവസാനിച്ചു, CI വരെയുള്ളവരെ തൽക്കാലം സസ്പെൻഡ് ചെയ്തു. താങ്കളുടെ ചോദ്യത്തിലും ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യവും രാഷ്ട്രീയമാണ്, അല്ലാതെ വേറൊന്നുമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ SP ഈ കാര്യത്തിൽ നിരുത്തരവാദപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ, SP-യിൽ നിക്ഷിപ്തമായ ചുമതലകൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ, MM മണിയുടെ താല്പര്യം സംരക്ഷിക്കാനൊന്നും SP-ക്ക് അടിയില്ല. SP കൃത്യമായ നടപടിക്ക് വിധേയമാകും. അത് ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും നടപടിക്ക് വിധേയമാക്കപ്പെടും. ഈ ഒരു അന്വേഷണം നടക്കുന്നു, പ്രാഥമിക അന്വേഷണം. ആ പ്രാഥമിക അന്വേഷണത്തിൽ നെടുങ്കണ്ടത്തെ കസ്റ്റഡി മരണം അന്വേഷിക്കുന്ന പ്രാഥമിക അന്വേഷണ സംഘത്തിൽപ്പെട്ടത് ആര്? അത് ആരാണെന്ന് പോലും എനിക്ക് നിശ്ചയമില്ല. ശ്രീ PN വിജയൻ, അങ്ങനെ പ്രാഥമിക അന്വേഷണം നടത്തിയത് ക്രൈംബ്രാഞ്ചാണോ അതോ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലോ? പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുള്ളത് ആദ്യത്തെ അന്വേഷണം ലോക്കൽ പോലീസ് തന്നെയാണല്ലോ നടത്തിയത്. അത് കഴിഞ്ഞാണല്ലോ അവരാണോ അവരെ തന്നെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്? ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി അവരാണോ അവരെ തന്നെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്? ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലാണ്, ലോക്കൽ പോലീസിന്റെ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ്, അതായത് ഇപ്പോഴത്തെ കട്ടപ്പന DYSP NC രാജ്മോഹൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ്
കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ, വീഴ്ച പറ്റിയവരെ സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയും ചെയ്തിരിക്കുന്നത്. എന്റെ ചോദ്യം അതായിരുന്നു, അത് എന്തുകൊണ്ട് എസ് പിയിലേക്ക് എത്തിയില്ല അന്വേഷണം? എന്തുകൊണ്ട് എസ് പിയിലേക്ക് അന്വേഷണം എത്തിയില്ല? അല്ല, എസ് പിയിലേക്ക് എത്തണമെന്ന് എന്താണ് നിർബന്ധം? എസ് പി ഉത്തരവാദിയാണെങ്കിലാണല്ലോ എത്തരുത് എന്നെന്താണ് നിർബന്ധം ശ്രീ പി എൻ വിജയൻ? അങ്ങനെ ആര് നിർബന്ധം പറഞ്ഞു? അങ്ങാണ് എങ്കിലെന്ന പ്രയോഗം ഇവിടെ നടത്തിയത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നുവെങ്കിൽ, പക്ഷെ ആദ്യത്തെ ഒരു അന്വേഷണം നടന്നുവെന്ന് അങ്ങ് തന്നെ പറയുന്നു, അതിൽ എസ് പി ഒഴിവാക്കും. അതെന്തുകൊണ്ട്? ഞാനത് ആവർത്തിക്കുകയാണ്. ഈ രാജ്കുമാറിന്റെ മരണത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ടിന് വീഴ്ചയും അദ്ദേഹം നിരുത്തരവാദപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ല. എങ്കിൽ ആ പ്രാഥമിക അന്വേഷണത്തിൽ അത് ഉൾപ്പെടണ്ടേ? എന്തുകൊണ്ട് ഉൾപ്പെട്ടില്ല? അത് ഒരു സാങ്കല്പികമായ ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരാളെ പ്രതിയാക്കാൻ വേണ്ടി മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് ഉന്നയിക്കുന്ന ചോദ്യമാണത്. സാർ, ഇതേ സാങ്കല്പിക ചോദ്യമല്ല ഇനി അന്വേഷണത്തിൽ വരുമ്പോഴും വരിക ശ്രീ വിജയൻ. എന്റെ ചോദ്യം ലളിതമല്ല, അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. പ്രാഥമിക അന്വേഷണത്തിൽ 14 ഉദ്യോഗസ്ഥരെ മാത്രം 14 ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം എത്തുന്നു, എസ് പിയിലേക്ക് എത്തുന്നില്ല, ഡിവൈഎസ്പിയിലേക്ക് എത്തുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരാൾ മരിച്ചു, ഒരാൾ പോലീസ് മർദ്ദനത്തിൽ മരിച്ചു. അപ്പം മുൻകൂട്ടി ഇന്ന ആളുകൾ ഇതിൽ പ്രതിയാണെന്ന് തീരുമാനമെടുത്തുകൊണ്ട് അന്വേഷണം നടത്തുകയാണോ നല്ലത്? അതോ അന്വേഷിച്ചു ചെല്ലുമ്പോൾ നിരുത്തരവാദവും കുറ്റവും ചെയ്ത ആളുകളെ കണ്ടെത്തുകയാണോ സാധാരണ രീതി? ശ്രീ പി എൻ വിജയൻ അങ്ങ് തന്നെയാണ് പറഞ്ഞത്, ഒരു പ്രാഥമിക അന്വേഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. ആ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി 14 പോലീസുകാർക്കെതിരെ നടപടിയും കൈക്കൊണ്ടു. എസ് പിയുടെ ഭാഗത്ത് വീഴ്ച കണ്ടെത്തിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അത് മനസ്സിലാവുന്നു, അത് ബോധ്യപ്പെടുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ എസ് പിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച കണ്ടെത്തിയിട്ടില്ല എന്നത് ഒരു ഉത്തരമാണ്. ആ ഉത്തരത്തിൽ ഞാൻ സംതൃപ്തനുമാണ്, ഈ ചർച്ചയ്ക്ക് വേണ്ടിയെങ്കിലും. ഇനിയാണ് അടുത്ത ചോദ്യം സാർ. 12-ാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്തു വരുന്ന ഈ രാജ്കുമാറിനെ 13-ാം തീയതി തന്നെ ഈ വിവരം വയർലെസ്സിലൂടെ ഈ എസ് പി അറിയുന്നു. 12, 13, 14, 15 ഇത്രയും ദിവസം അനധികൃതമായി സൂക്ഷിക്കുന്നു. ഈ വിവരം ഓരോ ദിവസവും വയർലെസ്സിലൂടെ അറിയാമായിരുന്നു എസ് പിക്ക്. പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ബോധ്യപ്പെട്ടിരുന്നില്ലേ? അതെന്ത് അന്വേഷണമാണ്? അല്ല, നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ പോരായ്മയുണ്ടെങ്കിൽ അന്വേഷണം കാര്യക്ഷമമാക്കുന്നതിനൊന്നും ഇവിടെ ആർക്കും തർക്കമൊന്നുമില്ല. കാര്യക്ഷമമാക്കേണ്ടത് തന്നെയാണ്. കാരണം രാജ്കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ മേൽ നടപടി ഉണ്ടാവണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ആ കാര്യത്തിലൊന്നും CPIM-നോ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനോ ഒരഭിപ്രായ വ്യത്യാസമില്ല. കാരണം മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞ മറുപടിയും തുടർന്ന് എടുക്കാൻ പോകുന്ന നടപടികളും തെളിയിക്കുന്നത് ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഈ കാര്യത്തിൽ 100% ആത്മാർത്ഥമായ സമീപനം ഉണ്ടെന്ന് തന്നെയാണ്. തൃശ്ശൂരിൽ ഞാൻ ശ്രീ പി എൻ വിജയനോട് ആവർത്തിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചതും ഒടുവിൽ അദ്ദേഹം ഉത്തരം പറഞ്ഞതും പ്രാഥമിക അന്വേഷണത്തിൽ എസ് പിക്കെതിരെ നടപടിയെടുക്കേണ്ട ഒരു കുറ്റം ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല, വീഴ്ച കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് നടപടിയെടുത്തില്ല എന്നാണ്. ഇത് CPI-യുടെ ജില്ലാ നേതൃത്വത്തെ തൃപ്തിപ്പെടുത്താൻ പോകുന്ന ഒരു മറുപടിയാണോ? ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയം, ഈ കാര്യത്തിലുള്ള സമീപനം ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലോക്കപ്പിൽ തല്ലും കൊലയും അനുവദിക്കുകയില്ല. ആ തല്ലും കൊലയും നടന്നാൽ അതിന് നേരെ കണ്ണടക്കുകയോ അതിനെ മൗനമായി പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന പോലീസിലെ ഒരു ഉന്നതനെയും വെച്ചു പൊറുപ്പിക്കുകയില്ല എന്നാണ് ഇതിനർത്ഥം. ഇവിടെ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുതലെടുത്ത നിലപാട്, ഇത്തരമൊരു സംഭവം എസ് പിയുടെ അനുമതിയില്ലാതെ എസ് പി അറിയാൻ നടക്കത്തില്ല. 12-ാം തീയതി പോലീസ് കസ്റ്റഡിയിലായ ഒരാൾ 4 ദിവസക്കാലം ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഓരോ ദിവസവും പോലീസ് സ്റ്റേഷൻ നടക്കുന്ന സംഭവങ്ങൾ ജില്ലാ പോലീസ് മേധാവി അറിഞ്ഞുകൊണ്ടേയിരിക്കും, അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അദ്ദേഹം ഇത് അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. ആ കാരണം കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, എസ് പിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ക്രൂരമായ ഈ അരുംകൊല, ഒരു പരിഷ്കൃത സമൂഹത്തിന് പൊരുത്തപ്പെടാൻ കഴിയാത്ത, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചിന്തിക്കാൻ കഴിയാത്ത, ഈ ഗവൺമെൻറ്റിന് ആലോചിക്കാൻ കഴിയാത്ത ഈ കൊല നടന്നത്. ഒരുപാട് ക്രൂരമർദ്ദനങ്ങളേറ്റ്, ലോക്കപ്പ് മർദ്ദനങ്ങളേറ്റ് 3-ാം മുറയ്ക്ക് വിധേയമായി വളർന്നു വന്നവരാണ് ഈ സംസ്ഥാനത്തെ ഇടതുപക്ഷ നേതാക്കന്മാരെന്ന് പറയുന്നവർ. ആ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇത്തരമൊരു അരുംകൊല ജില്ലാ പോലീസ് മേധാവി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുവാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, എസ് പി
വേണുഗോപാൽ ഈ കാര്യത്തിൽ കുറ്റവാളിയാണ്. വേണുഗോപാലിൻ്റെ പേരിൽ നടപടി ഉണ്ടാവണം. ശ്രീ PN വിജയൻ, ചോദ്യത്തിന്റെ ഉത്തരം ശ്രീ ശിവരാമൻ പറഞ്ഞു വളരെ വ്യക്തമായി. അങ്ങ് പറഞ്ഞ രാഷ്ട്രീയ താല്പര്യം ശിവരാമനിലും താങ്കൾ ആരോപിക്കുമോ? അത് സഖാവ് ശിവരാമനാണ് അതിന് മറുപടി പറയേണ്ടത്. ഞാൻ പറഞ്ഞത് SP നിരപരാധിയാണെന്നല്ല. എൻ്റെ ഉത്തരം വളരെ വ്യക്തമാണല്ലോ, യാതൊരു സംശയത്തിനിടയില്ലാതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഈ കാര്യത്തിൽ നിരപരാധിയാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും CPIM ഞാനോ നൽകിയിട്ടില്ല. അദ്ദേഹം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ അതെ ഞാൻ പറയുന്നത് ഇതുവരെ ആദ്യം നടന്ന പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹം വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥലം മാറ്റമോ മറ്റു നടപടികളോ എടുത്തിട്ടില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് DIയുടെ നേതൃത്വത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് SP ടീം അന്വേഷിക്കുന്നുണ്ട്. ആ വിശദമായ അന്വേഷണത്തിൽ SP കുറ്റക്കാരനാണ്, SPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ SPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുക മാത്രമല്ല അതടക്കം മറ്റു ഒട്ടേറെ നടപടികളുണ്ടാവും. ശ്രീ ആക്ഷൻ കൗൺസിൽ അംഗം ശ്രീ വിഷ്ണുപുരം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ശ്രീ വിഷ്ണുപുരം. നിലവിൽ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധം അല്പം തല കുനിച്ചുകൊണ്ട് തന്നെ പറയുന്നു. നേരത്തെ അടിയന്തരാവസ്ഥയുടെ കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അവസരത്തിൽ വിധി വൈപരീത്യം എന്ന വാക്കാണ് ഉപയോഗിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പറയുന്നു ലോക്കപ്പ് മർദ്ദനവും ലോക്കപ്പിലെ തല്ലും കൊലയും ഒന്നും അനുവദിക്കില്ല. ആരാണ് ഉത്തരവാദി അവർക്കെതിരെ നടപടിയുണ്ടാവും, സർവീസിലുണ്ടാവില്ല. വളരെ കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. പ്രതീക്ഷയില്ലേ ഈ പ്രഖ്യാപനത്തിലും ഈ സ്റ്റേറ്റ്മെന്റിലും ശ്രീ വിഷ്ണുപുരം? ഞാനും ഈ മരണപ്പെട്ട രാജ്കുമാറിൻ്റെ ഭാര്യയും അമ്മയൊക്കെ കൂടി മുഖ്യമന്ത്രി എന്ന് പോയി കണ്ടിരുന്നു. മുഖ്യമന്ത്രി നമുക്ക് തന്ന വാക്ക് ശക്തമായിട്ട് ഈ ഗവൺമെൻറ് നടപടി എടുക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് എന്നോട് പറഞ്ഞത്. ഇതിൽ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഞങ്ങളോടും മരണപ്പെട്ട രാജ്കുമാറിൻ്റെ ഭാര്യയോട് അമ്മയോടൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ശക്തമായ നടപടിയെടുക്കുമെന്ന് പറയുമ്പോഴും ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു, അതിന് കൊലക്കുറ്റത്തിന് ഇതുവരെ കേസെടുത്തിട്ടില്ല. ഒരു സ്റ്റേഷനിൽ രാവിലെ 8 മണിക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതും SP കീഴിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ആ SP പ്രതിയാക്കിയിട്ട് ഇതുവരെ കേസെടുത്തിട്ടില്ല. എങ്ങനെയാണ് ഇയാൾ മരിച്ചത്? മരിച്ചാൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണ്ടേ? കൊലക്കുറ്റത്തിന് കേസെടുക്കാതെ നടപടി എന്ന് പറയുന്നതിൽ എത്ര ആത്മാർത്ഥമുണ്ട്. ഞങ്ങളിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് കൊലക്കുറ്റത്തിന് കേസെടുക്കുക, SP ഉൾപ്പെടെയുള്ള ആരെ അറസ്റ്റ് ചെയ്യുക, തെളിവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനാണ് മുഖ്യമന്ത്രിയോട് ഞങ്ങൾ നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ആ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ശ്രീ PN വിജയൻ, ഈ രാജ്കുമാർ കൊല ചെയ്യപ്പെട്ടതിന്റെ പേരിൽ എത്ര പോലീസുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടാവും? രാജ്കുമാർ കൊല ചെയ്യപ്പെട്ടതിൻ്റെ പേരിൽ പോലീസുകാർക്കെതിരെ കേസെടുക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ തുടർന്നായിരിക്കും കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നത്. ഈ 10 ദിവസമായി ഈ കസ്റ്റഡി മരണം എന്ന രീതിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനു ശേഷം ഈ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുമ്പോൾ പ്രാഥമികമായി അവരുടെ കൃത്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നത് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും അവരുടെ ആരുടെയും പേരിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസ് ചാർജ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചത്? അരുൺ, താങ്കളിവിടെ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞു, നിയമസഭയിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ 44-ാം വാർഷിക ആചരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇങ്ങനൊരു കാര്യത്തിന് ഞാൻ മറുപടി പറയേണ്ടി വരുന്നത് ദുഃഖകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് അദ്ദേഹം നിയമസഭയിൽ, കേരളത്തിൻ്റെ നിയമസഭയിൽ കൃത്യവും വ്യക്തവുമായി പറഞ്ഞു, കുറ്റവാളികളായ ആളുകളുടെ പേര് കേസ് മാത്രമല്ല സേനയിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം രാജ്കുമാർ പോലീസ് മർദ്ദനം മൂലമാണ് മരിച്ചതെന്നും അതിന് ഉത്തരവാദികൾ ഇന്ന ഉദ്യോഗസ്ഥരാണെന്നും കണ്ടെത്തുന്നതോടുകൂടി അവർക്കെതിരെ 302-ാം വകുപ്പ് പ്രകാരം കേസെടുക്കുക മാത്രമല്ല അത് കൃത്യമായി എൻ്റെ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോയി കൽത്തുറുങ്കിലടയ്ക്കുകയും ചെയ്യും ഈ ഗവൺമെൻറ്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് നാളെ രാവിലെ നടക്കുമോ നാളെ ഉച്ച കഴിഞ്ഞാണോ നടക്കുന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ തർക്കം. പക്ഷെ ഒരു ദിവസം വൈകിയാലും പ്രത്യയശാസ്ത്രം അങ്ങനെയാണല്ലോ, അനീതി കണ്ടാൽ അന്ന് വൈകുന്നേരത്തിന് മുമ്പ് ആ നഗരത്തെ തീയിടണം എന്ന് പറഞ്ഞ വിപ്ലവ നായകന്മാരിൽ ഇപ്പോഴും പാർട്ടിയും പാർട്ടിയുടെ യുവജന പ്രസ്ഥാനങ്ങളും വിശ്വസിക്കുന്നുണ്ടല്ലോ ശ്രീ PN വിജയൻ. അങ്ങനെ ഒരു വൈകുന്നേരമല്ല കടന്നുപോയത്.
അങ്ങനെ കടന്നുപോയത് 12 വൈകുന്നേരങ്ങളാണ്. ഒരു നടപടിയുമില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദന ഉപകരണത്തിന്റെ ഓഫീസിൽ വെച്ച് മർദ്ദന ഉപകരണത്തിന്റെ ഓഫീസിൽ വെച്ച് മർദ്ദന ഉപകരണമായ പോലീസിന്റെ ഓഫീസിൽ വെച്ച് എപ്പോഴാണ് ശ്രീ എം എം മണിക്ക് പോലീസിനോടൊക്കെ ഇത്ര വലിയ പ്രീതി വന്നു തുടങ്ങിയത്? എങ്ങനെയാണ് വേണുഗോപാലിനെ സംരക്ഷിക്കാൻ മന്ത്രി കച്ചുകെട്ടി ഇറങ്ങിയത്? ഒരു പ്രീതിയൊന്നുമില്ല. ഈ കാര്യത്തിൽ നിങ്ങൾ എം എം മണിയെ വേട്ടയാടണമെന്ന് ഇറങ്ങി പുറപ്പെടേണ്ട യാതൊരു കാര്യമില്ല. എം എം മണിക്ക് കൃത്യമായി നിലപാടുകളുണ്ട്. എം എം മണിയെ നാട്ടിലെ ജനങ്ങൾക്ക് ന്യായമായൊരു സംശയം ശ്രീ ശിവരാമൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും ചോദിച്ചു. ഒരു ഇടതുമുന്നണിയുടെ നേതാവ് ഒരു കസ്റ്റഡി മർദ്ദനത്തിൽ ഒരാൾ, അത് എത്ര വലിയ ക്രിമിനലോ ആവട്ടെ, ഒരു കസ്റ്റഡി മർദ്ദനത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞാൽ ആദ്യം കൊല ചെയ്യപ്പെട്ട ആളെ കുറിച്ച് അന്വേഷിക്കണമെന്നാണോ പറയേണ്ടത്? കസ്റ്റഡി മരണത്തിന് ഉത്തരവാദികളായ മർദ്ദന ഉപകരണത്തിന്റെ ഏജന്റ്, എക്സിക്യൂട്ടീവ്സ് ഓഫ് ബൂർഷ്വാസി എന്ന് പറയുന്ന ആ ഏജന്റുമാരായ പോലീസുകാരനെ കുറിച്ച് അന്വേഷിക്കണമെന്നാണോ പറയേണ്ടത്? മാർക്സിസം പഠിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽപ്പെട്ടയാൾ എന്തു പറയണം? പിന്നെ കസ്റ്റഡി മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തിയാൻ നടപടി സ്വീകരിക്കണം തന്നെയാണ് പറയേണ്ടത്. എം എം മണി പറഞ്ഞത് എന്താണ് സർ? അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എം എം മണി പറഞ്ഞത് ഞങ്ങൾ ഒരിക്കൽ കൂടി വേണമെങ്കിൽ അങ്ങേ കേൾപ്പിക്കാം. ഈ മരിച്ചയാൾ കുഴപ്പക്കാരനായിരുന്നല്ലോ എന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രീ പി എൻ വിജയൻ. അത് പാടുണ്ടായിരുന്നു. എനിക്ക് പറയാൻ പറ്റുമോ? താങ്കൾക്ക് പറയാൻ പറ്റുമോ എം എം മണി എങ്ങനെ പറയണമെന്ന്? അതാണ് പറയാൻ പറ്റണം സാർ. അങ്ങ് ഇടുക്കി ജില്ലയുടെ സെക്രട്ടേറിയറ്റിന്റെ അംഗമല്ലേ? അങ്ങ് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എം എം മണിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങ് പറഞ്ഞേ മതിയാകൂ. എം എം മണിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. അങ്ങ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ തള്ളി പറയാൻ ശ്രീ അരുൺ നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതാവും സംസ്ഥാനത്തെ മന്ത്രിയുമായ എം എം മണിയെ തള്ളി പറയേണ്ട യാതൊരു സാഹചര്യവും ഇപ്പം ഞങ്ങളുടെ മുമ്പിലില്ല, ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലില്ല. എം എം മണിക്ക് നിലപാടുകൾ വ്യക്തമാണ്. എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ നിലപാടുണ്ട് എം എം മണിക്ക്. പക്ഷേ എസ് പിയെ സംരക്ഷിക്കാൻ ഒരു പ്രത്യേക താല്പര്യം എം എം മണിക്കുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നു. എം എം മണിയുടെ സഹചാരിയാണ് ഈ എസ് പി എന്ന രീതിയിൽ പ്രതിപക്ഷം പോലും സഭയിൽ ഉന്നയിക്കുന്നു. വരുത്തുന്ന ആക്ഷേപങ്ങൾ മാത്രമാണ്. ശ്രീ ശിവരാം, ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ കേവലമായിട്ടുള്ള ചില ഭംഗിപ്രയോഗങ്ങൾ മാത്രമാണ്. ഉദാഹരണത്തിന് ഇന്ന് ഇത് വി ഡി സതീശൻ അവതരിപ്പിച്ചത് തിന്നുന്ന മന്ത്രിക്ക് കൊല്ലുന്ന എസ് പി എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. ഇതൊക്കെ ഒരുപക്ഷെ പുറത്തുനിന്ന് നമ്മൾ കേൾക്കുന്നത് വെറും കഥകൾ മാത്രമാണോ? സി പി എമ്മിന്റെ നേതാക്കൾക്ക് പ്രത്യേകിച്ച് ഈ എസ് പിയോടുള്ള ഒരു അമിത വാത്സല്യമാണ് കസ്റ്റഡി മരണം നടന്ന 10 ദിവസങ്ങൾക്കു ശേഷവും ഈ എസ് പിയെ ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി മാറ്റി നിർത്താൻ പോലും തയ്യാറായത് എന്ന് കേൾക്കുന്നു. ഇത് ശരിയാണോ ശ്രീ കെ കെ ശിവരാമൻ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ശ്രീ അരുണിനോട് ചോദിക്കട്ടെ. ചോദിച്ചോളൂ, അതിനുശേഷം ശ്രീ ശിവരാമന്റെ മറുപടി. 2.5 വർഷം കഴിഞ്ഞു. ശ്രീ ശിവരാമൻ അതിനുശേഷം മറുപടി. ശ്രീ വിജയൻ ചോദിച്ചു തീർന്നു. ശ്രീ വിജയൻ, ശ്രീ വേണുഗോപാൽ ഇവിടെ എസ് പി ആയി ഞാൻ പറഞ്ഞോട്ടെ? ശ്രീ വേണുഗോപാൽ ഇവിടെ എസ് പി ആയി ചുമതലയേറ്റിട്ട് ഏകദേശം 2.5 വർഷമാകാൻ പോകുന്നു. ഇതിനിടയിൽ ഇവിടെ കസ്റ്റഡി മരണങ്ങളൊന്നും നടന്നിട്ടില്ല, ക്രൂരമായ കസ്റ്റഡി മർദ്ദനങ്ങളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം എസ് പി ആയിരിക്കുമ്പോൾ ഒരു സംഭവം ഇപ്പോഴാണ് വന്നത്. അതിൻ്റെ മേൽ അന്വേഷണം കൃത്യമായി അദ്ദേഹത്തിൻ്റെ മേലധികാരികളുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ എസ് പിക്ക് വീഴ്ച പറ്റിയെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നു, 100% എസ് പിയുടെ പേരിൽ നടപടി ഉണ്ടാവും, ഉചിതമായ നടപടി ഉണ്ടാവും. ശ്രീ ശിവരാമൻ, ചോദ്യം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ എസ് പിയെ സംരക്ഷിക്കാൻ സി പി എമ്മിന്റെ ജില്ലാ ഘടകത്തിനും ഒരു പരിധിവരെ മന്ത്രിയായ എം എം മണിക്കും അമിതമായ താല്പര്യമുണ്ട് എന്നുള്ളത് പുറത്ത് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്ന വെറും കെട്ടുകഥ മാത്രമാണോ ശ്രീ ശിവരാമൻ? അല്ല, അത് ഇന്ന് നിയമസഭയിൽ വി ഡി സതീശൻ പറഞ്ഞതാണ്. അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അഭിപ്രായമാണ്. കിട്ടുന്നത് എന്തും ഉപയോഗിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്നുള്ളത് കോൺഗ്രസ് നയമാണ്. അതിൽ കക്ഷി ചേരാൻ എനിക്ക് താല്പര്യമില്ല. സി പി എം നേതാക്കൾക്ക് വേണ്ടിയാണ് എസ് പി ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം സി പി ഐ ഉന്നയിച്ചിട്ടില്ല. അങ്ങനെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുമില്ല. ഇവിടെ പ്രശ്നം എന്താ? നമ്മുടെ ജില്ലയിൽ ഈ എസ് പിയുടെ അധികാരപരിധിക്കുള്ളിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു അരിങ്കൊല നടന്നിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന വാദം അത് പി എൻ വിജയനല്ല ആരുന്നയിച്ചാലും എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, 4 ദിവസക്കാലം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ, അയാളെ എത്ര വലിയ ക്രൂരത കാണിക്കട്ടെ, എത്ര വലിയ തെറ്റ് ചെയ്യട്ടെ, അയാളെ ഈ നിലയിൽ ക്രൂരമായി മർദ്ദിച്ച് 3ാം മുറ പ്രയോഗിച്ച് ഉരുട്ടി കൊലപ്പെടുത്തി
ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും SP അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല, രാമനാരായണ എന്നാണ് പറയുന്നതെങ്കിൽ എനിക്കതിനോട് യോജിപ്പില്ല. ഇതിൽ ഒന്നാമത്തെ പ്രതിയായി വരേണ്ടത് SP ആണ്. തൻ്റെ അധികാരപരിധിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുറപ്പാക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം SP-ക്കുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് കരുണാകരൻ മുഖ്യമന്ത്രിയല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ഒരുപാട് പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ സഖാവ് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇങ്ങനെയൊന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവാൻ പാടില്ല, ഇടുക്കിയിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി എനിക്ക് മാച്ചുവെക്കാൻ എൻ്റെ സഹപ്രവർത്തകൻ സഖാവ് KK ശിവരാമനോട് പറയാനുള്ളൊരു കാര്യം, SP നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ചർച്ചയിൽ നിങ്ങളുടെ ചാനലിൽ മാത്രമല്ല 4-5 ചാനലുകളിൽ ഞാൻ ഇതിനോടകം ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ചർച്ചയിലും ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടില്ല. അതോടൊപ്പം അദ്ദേഹം കുറ്റവാളിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ മേൽ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ അദ്ദേഹത്തിന് സ്ഥലം മാറ്റം മാത്രമല്ല വേറെ നടപടി ഉണ്ടാകും. അത് തെളിയിക്കപ്പെടണം. ഒരു കാര്യം കൂടി CP വിജയൻ, അങ്ങനെയാണെങ്കിൽ ആ അന്വേഷണം നടക്കുന്നത് വൈകിയിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ശരി, അങ്ങേക്ക് അഭിപ്രായമില്ല, SP നിരപരാധിയാണ് എന്നൊരു അഭിപ്രായം അങ്ങേക്കില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഈ 10 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അന്വേഷണത്തിലേക്ക് അത് എത്തുന്നില്ലെങ്കിൽ SP നിരപരാധിയാണെന്നും SP കുറ്റവാളിയാണെന്നും രണ്ടും എനിക്ക് അഭിപ്രായമില്ല. ഇപ്പം അത് എൻ്റെ ചോദ്യം ഇതാണ് സാർ, SP-ക്കെതിരെയുള്ള അന്വേഷണം ഇതിന് മുൻപുണ്ടാവുകയും നേരത്തെ എങ്ങനെയാണോ മറ്റുള്ള ഉദ്യോഗസ്ഥരെ അവിടെ നിന്നും സസ്പെൻഡ് ചെയ്തത്, ആദ്യം ട്രാൻസ്ഫർ ചെയ്തു പിന്നീട് സസ്പെൻഡ് ചെയ്തത്, അതുപോലെ SP-യെയും DYSP-യെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതല്ലേ? അത് അവരുടെ പങ്ക് തെളിയുന്ന മുറയ്ക്കാണ് മാറ്റി നിർത്തുന്നത്. അതിൽ അന്വേഷണത്തിൽ വൈകലുണ്ടായിട്ടുണ്ടോ? അല്ല ശ്രീ അരുൺ, ഈ സംഭവം നടക്കുമ്പോഴുണ്ടായിരുന്ന DYSP ഇപ്പം ഇല്ലിവിടെ. ഈ സംഭവം നടക്കുന്ന സമയത്തുണ്ടായിരുന്ന DYSP ഇപ്പൊ കട്ടപ്പനയിലെ DYSP അല്ല. പക്ഷെ സർവീസിലുണ്ട്. അല്ല, അദ്ദേഹം ഇവിടെ ചാർജിലില്ല. ഇപ്പോൾ സർവീസിലുണ്ട്. അതിന്റെ മേലെ അന്വേഷണം നടക്കുകയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടിൽ മാരകമായൊരു ബൂട്ട് ഈ മനുഷ്യന്റെ ശരീരത്ത് പതിഞ്ഞിരുന്നുവെന്നും ആ ബൂട്ടിന്റെ ഉടമ ഈ കട്ടപ്പനയിലെ പഴയ DYSP ആയിരുന്നു എന്നും കേൾക്കുന്നുണ്ട് ശ്രീ PN വിജയൻ. ഇതൊക്കെ ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ കിട്ടുന്നത് സർക്കാരിനായിരിക്കുമല്ലോ. മുഖ്യമന്ത്രിക്ക് ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പ്രശ്നം ഇവിടെയാണ്, ഒരു മനുഷ്യൻ അതും കോലാഹലമേട് പോലെയുള്ളൊരു സ്ഥലത്ത്, ഇടുക്കിയിലെ പിന്നോക്കമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത്, കഷ്ടിച്ച് തമിഴ് മാത്രം എഴുതാൻ അറിയുന്ന ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ അതുമാത്രം അറിയുന്ന ഒരു സമൂഹത്തിൽ വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആ മനുഷ്യന്റെ പക്കലുള്ള ധനം സ്വന്തമാക്കാൻ വേണ്ടി പോലീസുകാർ നടത്തിയ നിധിവേട്ടയാണ് എന്നാണ് ഇന്ന് VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. ഇതിനു മുമ്പ് ഈ നെടുങ്കണ്ടം പോലീസിനെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണമുണ്ടെന്നും VD സതീശൻ പറഞ്ഞു വെച്ചു. ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കാരണവും നേരത്തെ സൂചിപ്പിച്ചു. ഇതേ നെടുങ്കണ്ടം പോലീസിൽ അങ്ങേക്കറിയാമല്ലോ CEയും SIയും സസ്പെൻഷനിലായ കഥ. അപ്പോൾ സ്വാഭാവികമായും ഈ രാജ്കുമാറിന്റെ കയ്യിലുള്ള പണം തട്ടുന്നതിനു വേണ്ടി നടത്തിയ ഒരു നിധിവേട്ട, അതിന്റെ ഭാഗമായി രാജ്കുമാറിനെ അപായപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതിനുശേഷമാണ് ഇത് കൃത്യമായി അറിയുന്ന SP-യെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ആദ്യം കൊണ്ടുവരുന്നില്ല. അതിൽ വീഴ്ചയുണ്ട് എന്ന് ബോധ്യമാവുന്നില്ല. എങ്ങനെയാണ് വീഴ്ചയുണ്ടായില്ല എന്ന് ബോധ്യമാകുന്നത് എന്നാണ് ആവർത്തിച്ചുള്ള എൻ്റെ ചോദ്യം. അതവിടെയാണ് പ്രാഥമികമായ അന്വേഷണം പിഴച്ചില്ലേ എന്ന എൻ്റെ ചോദ്യം. അല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഞാൻ ശ്രീ അരുണിനോട് ആവർത്തിച്ച് പറയുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോ CPIM-ൻ്റെ സംസ്ഥാന നേതൃത്വമോ ഇടുക്കി ജില്ലാ നേതൃത്വമോ ഗവൺമെൻറ്റോ ഇടുക്കി SP നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇടുക്കി SP കുറ്റവാളിയാണോ? പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അദ്ദേഹം അതിൽ പങ്കാളിയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി ഉണ്ടാകും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടുക്കി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ശ്രീ വിജയനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം പറയുന്നത് CPM-ന് അങ്ങനെ ഒരു നിലപാടില്ല. SP നിരപരാധിയാണെന്നോ SP അപരാധിയാണെന്നോ ഉള്ള നിലപാട് CPM-ലില്ല. നിഷ്പക്ഷമായ അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം എത്തുമ്പോൾ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തെ പിടിച്ചു പുറത്താക്കും. 14 ഉദ്യോഗസ്ഥർക്കെതിരെ ഇങ്ങനെ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് നടപടിയെടുക്കുകയും ചെയ്തു. സംശയിക്കരുത് CPM-നെ, സംശയിക്കരുത് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നാണ് ശ്രീ വിജയൻ പറയുന്നത്. ശ്രീ തിരുവഞ്ചൂർ, ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഇതേ വാക്കുകളൊക്കെ തന്നെയാണ്.
അദ്ദേഹം പറഞ്ഞത് ആര് കുറ്റക്കാരാണോ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന പ്രശ്നമില്ല, അവർക്കെതിരായി നടപടിയുണ്ടാക്കും, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നിലപാടെടുക്കും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നു, സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം ഇത് ഈ കൊലപാതകം നടന്നിട്ട് എത്രയോ ദിവസങ്ങൾ പോയി. ആ ദിവസങ്ങൾ ലാപ്സാകും തോറും തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം കിട്ടുകയല്ലേ. ഒരു കൊലപാതകമാണ് എന്ന് ബോധ്യപ്പെടുകയും ആ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ സ്വതന്ത്രമായി നടക്കുകയും ആ കൊലപാതകത്തിൽ തന്നെ ഉത്തരവാദിത്വമുണ്ട് എന്ന് ധരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വതന്ത്രരായി അവിടെ നിൽക്കുകയും അവരുടെ തന്നെ മേൽനോട്ടത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്താൽ ഈ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദികളെ എവിടെ കണ്ടുകിട്ടാൻ പറ്റും? തെളിവുകൾ എങ്ങനെ കറക്റ്റായിരിക്കും? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നിലപാടൊരു കാര്യം വളരെ കൃത്യമാണ്. കാരണം കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായി നടപടിയെടുക്കണം, FIR ഇട്ട് അവർക്കെതിരായി നടപടിയുമായി മുന്നോട്ട് പോകണം. അവർക്കൊരു ടൈം ബൈ ചെയ്യാനായിട്ടുള്ള സമയം കൊടുക്കരുത്. അല്ലാതെ തന്നെ ഈ പ്രശ്നത്തിന് ഗവൺമെന്റിന്റെ സത്യസന്ധത തെളിയിക്കാൻ കഴിയണം. പക്ഷേ ഗവൺമെന്റിന്റെ സത്യസന്ധത തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്ന ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്, ലോക്കൽ പോലീസ് അല്ല. ഇതിന് ഉത്തരവാദികളായ 14 ഉദ്യോഗസ്ഥരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉദ്ദേശശുദ്ധിയിൽ സംശയിക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? SP-ക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിവില്ല, അടുത്ത ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് SP-യുടെ റിപ്പോർട്ട് വരുന്നതോടുകൂടി അദ്ദേഹത്തെയും മാറ്റി നിർത്തും. ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ഇടയ്ക്ക് പറയാൻ വന്നത്. ഇപ്പം ക്രൈംബ്രാഞ്ചാണോ അതല്ല സ്പെഷ്യൽ ബ്രാഞ്ചാണോ അതല്ലെന്ന് ഒരിക്കൽ ലോക്കൽ പോലീസാണോ എന്നുള്ളത് പോലീസിനകത്തെ അവാന്തര വിഭാഗങ്ങളാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഇതിനകത്തെ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ പോലീസുകാർ തന്നെ എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. ആ പോലീസുകാരായിട്ടുള്ള ആളുകളെ അവർക്കെതിരായിട്ടുള്ള അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്നൊരു സംശയം നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ്. ഇവർക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. ഈ ഉരുട്ടിക്കൊലയ്ക്ക് വിധേയനായ വ്യക്തിയെ ആളിനെ കൊണ്ടു നടന്ന് അയാളുടെ കയ്യിലുള്ള പണം എവിടെ എന്നുള്ളതായിരുന്നു ചോദ്യം. ഈ 4 ദിവസമായി ആളിനെ അനധികൃതമായി തടങ്കലിൽ വെക്കുകയും അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതിരിക്കുകയും എന്നിട്ട് പണം എവിടെ എന്ന് ചോദിച്ച് അയാളെ കൊണ്ടുപോയി റെയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇവരുടെ ലക്ഷ്യം എവിടെയായിരുന്നു? ഈ പണം ലഭിക്കുന്നതിലായിരുന്നു. അപ്പോൾ ഈ പണം ലഭിക്കാതെ വന്നതുകൊണ്ടാണ് ഇത് നീണ്ടുപോയത് എന്നുള്ളതാണ് ജനങ്ങളുടെ വിമർശനം. അതിനുള്ള ഒരു നടപടിയെടുത്ത ആളുകൾ ആരെങ്കിലും ഒരാളുണ്ടാവില്ലേ? അത് പോയിട്ടുള്ള സീനിയർ പോലീസ് ഓഫീസറാണോ? അത് അതിന് താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണോ? അതിന് ഉത്തരവ് കൊടുത്ത ആരാണ്? ഇതൊക്കെയല്ലേ ഈ കേസിനകത്തെ പ്രസക്തമായ ഭാഗം. മരിച്ചു എന്നുള്ളത് ഫാഗ് എൻഡിലായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിലോട്ടുള്ള അന്വേഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ അന്വേഷണത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യത ഏതെങ്കിലും സാഹചര്യത്തിൽ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഈ കേസ് തന്നെ. തിരുവഞ്ചൂർ ഇത് പറയുമ്പോൾ ഒരു കഥ കൂടി നമ്മൾ ഓർമ്മിക്കണം. അത് വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ കൊലയാളികളായ പോലീസുകാർ ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. CPN വിജയൻ അറിയുമോ അവരിപ്പോൾ എവിടെയുണ്ടെന്ന്? സർവീസിലുണ്ടവർ ഇപ്പോഴും. എങ്ങനെ വിശ്വസിക്കണം ഈ സർക്കാരിനെ? എങ്ങനെ വിശ്വസിക്കണം ഈ ആഭ്യന്തര വകുപ്പിനെ? ഉത്തരവാദികളായി തീർന്ന പോലീസുകാർക്കെതിരെ പോലീസുകാർ അന്വേഷണം നടത്തുമ്പോൾ ഈ പോലീസുകാർ ശിക്ഷിക്കപ്പെടുമെന്ന് എങ്ങനെയാണ് ഈ 11 ദിവസം കഴിഞ്ഞും കേസ് ചാർജ് ചെയ്യപ്പെടാതിരിക്കുമ്പോൾ ഞങ്ങൾ അടക്കമുള്ളവർ വിശ്വസിക്കേണ്ടത്? CPN വിജയൻ. അല്ല, ഈ സർക്കാരിനെ വിശ്വസിക്കണോ എന്ന് ചോദിച്ചാൽ പിന്നെ സർക്കാർ വേറെ എന്താ ചെയ്യേണ്ടത്? ഇന്നൊരു പ്രതികളാണ് എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ട് അവരെ പരസ്യമായി നിർത്തി വെടിവെച്ചു കൊള്ളണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കും സംശയമുള്ള ഒരു ഓഫീസറെ പൂർണ്ണമായും വിശ്വസിക്കണോ എന്ന മറുചോദ്യം കൂടിയുണ്ട് സാർ. കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല സാർ, താങ്കളൊന്ന് ശ്രദ്ധിക്കൂ. കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് നിലപാട് അസന്ദിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കാര്യം ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇവിടെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ശരി, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ വിജയൻ ചോദിച്ചത് കേട്ടില്ലേ? ഈ സർക്കാർ പിന്നെ എന്തു ചെയ്യണം എന്നാണ് ചോദിച്ചത് ശ്രീ തിരുവഞ്ചൂർ. ഈ സർക്കാർ എന്ത് ചെയ്യണമെന്നുള്ളത് ഇവിടെ ഉദയകുമാറിൻ്റെ ഉരുട്ടിക്കൊല കേസിനകത്ത് അന്നത്തെ ഒരു ഗവൺമെൻറ് എടുത്ത് എന്താ നടപടിയെന്ന് നോക്കിയാൽ പോരെ. ഒന്ന്. രണ്ടാമത്തെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ ശ്രീജിത്തിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ
ആ പോലീസ് ഉദ്യോഗസ്ഥന് ഒരു അധികാരവുമില്ല ടൈഗർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സേനയെ ഉണ്ടാക്കാൻ. പോലീസുകാരിലെ ഏതാണ്ട് 30 ഗുണ്ടകളെ പോലെയുള്ള ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തിയിട്ട് ടൈഗർ ഫോഴ്സ് എന്ന് പുള്ളി അതിന് നാമകരണം കൊടുക്കുകയായിരുന്നു. ആ ടൈഗർ ഫോഴ്സാണ് അവസാനം വന്ന് ശ്രീജിത്തിനെ കൊല്ലാനിടയായത്. ആ ടൈഗർ ഫോഴ്സിൻ്റെ തലവലിപ്പോഴെവിടെയാണ്? സർവീസിലാണ്. അയാൾക്ക് നിയമനം കൊടുത്തു. അയാൾ ലോ ആൻഡ് ഓർഡറിൻ്റെ കൂടി കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ തലവൻ്റെ നിർദ്ദേശപ്രകാരമാണ് താഴെയുള്ളവൻ ആക്ട് ചെയ്തത്. അങ്ങനെ ആക്ട് ചെയ്തത് കൊണ്ടാണ് ഈ കൊലപാതകമുണ്ടായത്. ഇനി ആ കേസ് നിലനിൽക്കുമോ? കാരണം നിർദ്ദേശം കൊടുത്ത ഇയാൾ പോലും അകത്ത് കയറിയിരിക്കുകയാണ്. കുറ്റക്കാരനല്ല എന്ന് ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ച് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ രക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവ് നമ്മൾ വരാപ്പുഴ കേസിനകത്ത് ശ്രീജിത്തിൻ്റെ മരണത്തിനകത്ത് നമ്മൾ കാണുകയാണ്. ഇവിടെയും നമ്മൾ കാണുന്നത് എന്താ? ഇവിടെയും കാണുന്നത് അതുപോലെ തന്നെ കോൾ ബ്ലഡഡ് മർഡറാണ്. അതിനുള്ള ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ ബുക്ക് ചെയ്യണ്ടേ? ഞാൻ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ ഒന്നുകിൽ ഭയപ്പാടുണ്ടാകണം, അതല്ലെന്നവരിൽ നടപടിയെടുത്താൽ ഇയാൾ എന്തെങ്കിലും വെട്ടിത്തുറന്ന് പറഞ്ഞു പോകും എന്നുള്ള ഒരു വലിയ ഭയം ഉണ്ടാകണം. ഈ രണ്ട് സാഹചര്യമില്ലാതെ വടിയിൽ പൊതിയുള്ളവൻ വഴിയിൽ പേടിച്ച പോലെ ഈ രണ്ട് സാഹചര്യങ്ങളിലും ഇല്ലാത്തൊരു നിഷ്പക്ഷമതിയായ ഒരു ഭരണാധികാരികൾക്ക് നടപടിയെടുക്കാൻ ഇതാണ് പ്രതിപക്ഷം മാത്രമല്ല പൊതുജനങ്ങളും സംശയിക്കാനുള്ള കാരണങ്ങൾ ഒട്ടനവധിയാണ്. ഇത് 6ാമത്തെ പോലീസുമായി ബന്ധപ്പെട്ടുള്ള മരണമാണ്. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, ഇതിൽ വരാപ്പുഴയിലെ കസ്റ്റഡി മരണം അടക്കമുള്ളവരുടെ പ്രതിസ്ഥാനത്ത് നിന്നവരെ ശിക്ഷിക്കുകയല്ല ചെയ്ത് സർവീസിലേക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് തിരികെ കയറ്റുന്ന സംവിധാനവും ഉണ്ടായി. സാങ്കേതികമായി 6 മാസത്തിന്റെ സസ്പെൻഷൻ കാലാവധി എന്നൊക്കെ പറയാം. പക്ഷേ ആവർത്തിച്ച് നമുക്ക് സംശയമുണ്ടാവുന്നതും ഈ ഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് നമ്മൾ ചോദിക്കുന്നത്, ഈ വിഷയത്തിൽ CPM ജില്ലയിലെ നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാടെങ്കിലും സാധാരണ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു, രാജ്കുമാറിന്റെ കുടുംബത്തെ വിശ്വസിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു എന്നുള്ള ചോദ്യം. ശ്രീ ശിവരാമൻ. അല്ല, അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂരിനെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ കേരളത്തിൽ കസ്റ്റഡി മരണം നടക്കുന്ന ആദ്യമായിട്ടല്ല. ഇവിടെ ഉദയകുമാർ ക്രൂരമായി ഉരുട്ടി കൊല്ലപ്പെട്ടപ്പോൾ അന്ന് കേരളം ഭരിച്ചിരുന്നത് ഇടതുപക്ഷമായിരുന്നില്ല. അന്നത്തെ ഗവൺമെൻറ് എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? ആ കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സമീപനവും അഭിപ്രായവും എന്തായിരുന്നു? CBI അന്വേഷണം പൂർത്തിയായതിനു ശേഷമാണ് ഉന്നതന്മാരായ 2 പേർ ആ കേസിൽ പ്രതികളായി മാറിയത്. അതുകൊണ്ട് കേരളത്തിലെ ഉരുട്ടിക്കൊല അടക്കമുള്ള ലാക്കപ്പ് മർദ്ദനം നടക്കുമ്പോൾ ഓരോ കാലത്തും സ്വീകരിച്ചിരുന്ന സമീപനം എന്താ എന്ന കാര്യം നമ്മൾ സത്യസന്ധമായി വിലയിരുത്താൻ തയ്യാറാവണം. അത് ചെയ്യാതെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു ഉരുട്ടിക്കൊലയുണ്ടായി, ഒരു ലോക്കപ്പ് മർദ്ദനമുണ്ടായി. അപ്പോൾ ഇടതുപക്ഷ വേട്ടയ്ക്കുള്ളൊരു ആയുധമായി അതിന് ഉപയോഗപ്പെടുത്തുക. അതൊരു പരിഷ്കൃത സമൂഹത്തിൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ആലോചിക്കണം. ഇവിടെ നിയമസഭയിൽ ഇന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു നിധിവേട്ടയെക്കുറിച്ച്. അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് പറയാം, നിധിവേട്ടയെക്കുറിച്ച്. ആ നിധിവേട്ടയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ. ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയുന്നു, ബഹുമാന്യനായ തിരുവഞ്ചൂർ സമക്ഷം പറയുന്നു, ആ നിധിവേട്ടയ്ക്കെതിരെ പറ്റിയുള്ള അന്വേഷണം ശക്തമായി നടന്നാൽ, സത്യസന്ധമായി നടന്നാൽ കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെ മുഖം കറുക്കും, അവിടെ ചെളിതെറിക്കും, ഒരു സംശയം വേണ്ട. നമുക്ക് വിഷയത്തെ സത്യസന്ധമായി മുഖ്യമന്ത്രി പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം തന്നെയാണ്. ഈ നിധിവേട്ടയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ ഹരിത ഫിനാൻസിന്റെ ആദ്യത്തെ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടന്നിരുന്നത് പാട്ടത്തെ കോളനിയിലെ ഉണ്ടായിരുന്ന ഈ സഹകരണ ബാങ്കിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ സെക്രട്ടറി CPIM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗമായ ഗോപകൃഷ്ണനാണ് എന്നാണ് സതീശൻ പറഞ്ഞത്. അത് ശരിയാണ്? ഗോപകൃഷ്ണന്റെ പ്രസിഡന്റ് ആയിരുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. ഭരിക്കുന്നത് ഡയറക്ടർ ബോർഡ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ്. സെക്രട്ടറി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഗോപകൃഷ്ണൻ അതിന്റെ പ്രസിഡന്റ് മാത്രമായിരുന്നു. അതിൽ ഭൂരിപക്ഷം CPM-നായിരുന്നു എന്നർത്ഥം. അല്ല, ബോർഡിൽ CPM-ന് ഭൂരിപക്ഷമായിരിക്കും. ആ ബോർഡിൽ CPM-ന്റെയും CPI-യുടെയും പ്രതിനിധികളുണ്ട്. സഹകരണ ബാങ്കിൽ ആരൊക്കെ നിക്ഷേപം ഇടുന്നു
ആരൊക്കെ അതിനകത്ത് അക്കൗണ്ട് തുറക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും ഡയറക്റ്റ് ബോർഡിന്റെ പരിധിയിൽ വരുന്ന ശ്രീ കാര്യങ്ങളല്ല. പി എൻ വിജയൻ, അതിനൊരു മറുപടി കൂടി അങ്ങ് നൽകണം. ഒന്ന്, അതിന്റെ ചോദ്യം ഇതായിരുന്നു, സതീശന്റെ ചോദ്യവും ഇതാണ്. ഈ സഹകരണ ബാങ്കിൽ എല്ലാ ദിവസവും ആയിരക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ വരികയും അതാത് ദിവസം വൈകുന്നേരം തന്നെ അത് വിഡ്രോ ചെയ്ത് പോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഡയറക്ടർ ബോർഡിലുള്ള ഒരാളും ഇതറിഞ്ഞില്ല, സെക്രട്ടറി അടക്കമുള്ള ആളുകൾ മാത്രമേ ഇതറിഞ്ഞിട്ടുള്ളൂ എന്നത് വിശ്വസിക്കുക സാധ്യമാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ശ്രീ അരുൺ, ഈ കാര്യത്തിന് ഞാൻ നൽകാൻ പോകുന്ന വിശദീകരണം ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ച് നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, കോൺഗ്രസ് നേതാവ് ശ്രീ പി ടി തോമസ് MLA കേരള നിയമസഭയിൽ MLA എന്ന നിലയ്ക്ക് നിയമസഭയ്ക്കകത്ത് തനിക്ക് എന്തും ആരെപ്പറ്റി ഉന്നയിക്കാമെന്നുള്ള പ്രിവിലേജ് വെച്ചുകൊണ്ട് പച്ചക്കള്ളം രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളാൽ തട്ടിവിടുകയാണ് ചെയ്തത്. ഞാനത് അവിടെ കൊണ്ട് നിർത്തുന്നു. രണ്ടാമത്തെ കാര്യം, CPIMൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന ശ്രീ ഗോപകൃഷ്ണനാണ് പട്ടം കോളനി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ വരെ. അവിടെ CPIയും CPIMും കൂടെ ചേരുന്ന ഇടതുമുന്നണിയാണ് ഭരണം നടത്തുന്നത്. ഇപ്പോൾ കൊല്ലപ്പെട്ട ശ്രീ രാജ്കുമാറിന് പട്ടം കോളനി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ മെമ്പർഷിപ്പോ അക്കൗണ്ടോ ഇല്ല. ഒന്ന്. രണ്ട്, ഈ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട് കോട്ടയം വനിതാ ജയിലിൽ കഴിയുന്ന മഞ്ജു എന്ന സ്ത്രീക്ക് അവിടെ മെമ്പർഷിപ്പുണ്ട്. 2008 മുതൽ മെമ്പർഷിപ്പുണ്ട്. മഞ്ജുവിൻ്റെ മാതാപിതാക്കളും താമസിക്കുന്നത് പട്ടം കോളനി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിലാണ്. അവർക്ക് 2008 അവിടെ അംഗത്വമുണ്ട്. അവർക്ക് അവിടെ അക്കൗണ്ടുണ്ട്. അക്കൗണ്ടിൽ 500 രൂപയുണ്ട്. മഞ്ജുവിനോടൊപ്പം ജയിലിൽ കിടക്കുന്ന ശാലിനിക്ക് പട്ടം കോളനി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ അംഗത്വമില്ല. അവിടെ ഒരു 4 മാസം മുൻപെടുത്ത ഒരു അക്കൗണ്ടുണ്ട്, അതിൽ 1000 രൂപയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇന്ന് വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഈ ഹരിത ഫിനാൻസിന്റെ ഒരു സാമ്പത്തിക വിക്രയവും ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഇടുക്കി ജില്ലയിലെ CPIMൻ്റെ ഒരു എളിയ ഉത്തരവാദിത്വപ്പെട്ട പ്രവർത്തകർ നിലയ്ക്ക് പറയുന്നു, PT തോമസ് അടക്കം വി.ഡി. സതീശനടക്കം കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവിനോടും ഈ കാര്യത്തിൽ വാദിക്കാനും എൻ്റെ ഭാഗം, ഞാൻ ഉന്നയിച്ച ഭാഗം അല്ലെങ്കിൽ CPIMൻ്റെ ഭാഗം സത്യസന്ധമാണെന്ന് തെളിയിക്കാനും കഴിയും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വി.ഡി. സതീശൻ ഇന്ന് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഞാൻ ആ വാദവിവാദത്തിൻ്റെ അർത്ഥമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇവിടെ പ്രൈം കേസാണ്. ഞാൻ ശ്രീ വി.ഡി. സതീശൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. വി.ഡി. സതീശൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിയമസഭയിൽ പറയുന്ന നല്ല ബെസ്റ്റ് പാർലമെൻറ്റേറിയനാണ്. ഞങ്ങളുടെ കൂടെ തന്നെ നല്ല ഇഫക്റ്റീവായി പ്രവർത്തിക്കുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള ആളുകളുടെ അത് ആയിക്കോട്ടെ, അത് വരട്ടെ, അതൊക്കെ സൈഡ് കമൻസ്, അതവിടെ നിൽക്കും. ഞാൻ എൻ്റെ അടുത്ത കാര്യം, ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മരണം നടന്നു. മരണത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുന്നു. മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു. നാട്ടുകാരെല്ലായിടത്തും പറയുന്നു. എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന CPIയുടെ ജില്ലാ സെക്രട്ടറി ശിവരാമൻ പറയുന്നു. എല്ലാവരും ഒരേ കാര്യങ്ങളാണ് പല ഭാഷയിൽ പറയുന്നത്. ഒന്ന്, പീഡനം കൊണ്ട് മരിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പീഡനം വെറുതെ വഴിയെ പോകുന്ന ഒരാളിനെ ഇവിടെ പോലീസ് പീഡിപ്പിക്കുമോ? അപ്പോൾ അതിനെന്തെങ്കിലും കാരണമുണ്ട്. എന്താ കാരണം? ഇയാളുടെ കയ്യിൽ സമ്പത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ക്രൂരമായ നടപടിയാണ്. ഒരു കൊലപാതകം മാത്രമല്ല, പണമോഹത്തോടു കൂടിയുള്ള കൊലപാതകം എന്ന് പറയുന്നത് ലൈഫ് സെൻറ്റൻസാണ്. രണ്ടാണ് അതിൻ്റെ കുറ്റകൃത്യം. നമ്മളുടെ IPC വ്യവസ്ഥ അനുസരിച്ച് അവർക്ക് ജീവപര്യന്ത കഠിന തടവോ അതല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള തടവിലേക്ക് ശിക്ഷയിലേക്ക് പോകേണ്ട കാര്യമാണ്. അതാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ സൈഡ് ഇഫക്ട്സ് ഒക്കെ കൊണ്ടുവന്ന് യഥാർത്ഥത്തിൽ ഈ പ്രതികളെയും യഥാർത്ഥത്തിലുള്ള ഈ സംഭവത്തെയും മറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ?
Right. ഞാൻ തിരിച്ചു ഞാൻ പ്രധാനപ്പെട്ടത് തിരിച്ചു വരാം. എനിക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് കൊല- പോകേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ എൻകൗണ്ടർ തിരിച്ചു വരുമ്പോൾ അന്വേഷിക്കുന്നതും അതാണ്. നീതിന്യായ വ്യവസ്ഥയുടെ തുടക്കത്തിലുള്ള ഉദ്യോഗസ്ഥരും നീതിപാലകരും കൂടി നടത്തിയ ധനം മോഹിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ഇത് എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ചോദ്യം. അങ്ങനെയാണെങ്കിൽ SP അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് ചാർജ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുമോ ഇനിയും ഈ വിഷയം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചാൽ ഈ രാത്രി പുലരും മുമ്പ് SP-ക്കെതിരെ അന്വേഷണം ഉണ്ടാകുമോ എന്നാണ് അന്വേഷിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ. You are watching 24 Prime Hours.